അങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിലാണെങ്കിലും എന്തൊരു ഇവന്റിലാണെങ്കിലും സുരാജേട്ടൻ എപ്പോഴും കാസ്റ്റിന്റെ കൂടെയാണ് വരാറ്. പക്ഷെ ഇന്ന് ദർ ഇസ് എ ഡിഫറൻസ്. കാരണം ആ പ്രൊഡക്ഷൻ പാനലിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പേര് നമുക്ക് കാണാം, അമ്മയുടെ പേരാണ്, അമ്മയുടെ കൈയക്ഷരത്തിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് വെരി സ്പെഷ്യൽ. ആൻഡ് ഈ ഒരു മൊമെന്റിൽ ഐ തിങ്ക് നമ്മളിപ്പോ ട്രെയിലറൊക്കെ കണ്ട് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ ഐ തിങ്ക് സുരാജേട്ടൻ വി വാണ്ട് യു ഹിയർ ടു ജോയിൻ us. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സുരാജേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികളുടെ മനസ്സിലേക്ക് ഒരു കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു അമേസിംഗ് ആക്ടർ, അതിനുശേഷം വളരെ സീരിയസ് ക്യാരക്ടേഴ്സിലേക്ക് പോയി തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കോയിലേക്കാണോ വരുന്നതെന്നാണ് ഇപ്പൊ എല്ലാവരുടെയും സംശയം. പക്ഷെ ഒരു ആദ്യത്തെ ചോദ്യം എന്താണ്, അതായത് നമുക്കറിയാം 20 വർഷത്തിൽ കൂടുതലായി ഇൻ ദ ഇൻഡസ്ട്രി. ആൻഡ് ആ 20 വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എക്സ്ട്രാ ഡീസന്റ് എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്ന ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും 1-2 കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ലിസ്റ്റൻ സ്റ്റീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, ആമറെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സ്റ്റീഫനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ലില്ല, അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പം സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. അല്ല 6 ഉണ്ട്. അതിൽ 2 ബിറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സുരാജേട്ട തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ? കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരാജേട്ടൻ്റെ കുറെ ഡയലോഗുണ്ട്. സുശീല എന്തോ എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ. ഇത് ഒരു തിരിച്ചുവരവായിട്ട്, കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിങ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിങ് ആണെങ്കിലും. ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ ഒക്കെ ഡാർക്ക് ഹ്യൂമറാണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെയിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോവുക കിട്ടുന്നതിൽ ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജേട്ടൻ്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിപ്പോൾ സുരാജേട്ടനും പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം ഇന്നാണ് ലിസ്റ്റിൻ ചേട്ടനെ കാണുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പുള്ളി എടുത്ത്? കണക്ക് ചോദിക്കണം. അത് കണക്ക്. Anyway, thanks a lot, Suraj. Thanks a lot for joining. ഒരിക്കലും കൂടി നല്ലൊരു കയ്യടി കൊടുക്കാം for സുരാജേട്ടൻ. Thank you. To invite one and only ലിസ്റ്റിൻ സ്റ്റീഫൻ. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ലിസ്റ്റിൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമ്മൾ കണ്ട ആ ഒരു ബ്യൂട്ടിഫുൾ ജേർണി, ഇറ്റ് വാസ് ഓൾ അബൌട്ട് മാജിക് ഫ്രെയിംസ്. 2011 തുടങ്ങിയ ആ ഒരു ജേർണി ആൻഡ് 14 വർഷത്തെ ആ ഒരു ജേർണിയെ കുറിച്ചും ആൻഡ് ആ ജേർണിയിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ ഡീസലിലേക്ക് നിൽക്കുകയാണ്. അബൌട്ട് ദാറ്റ്. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്ത് SLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ നടന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററോടെ പുതിയതായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ്റെ ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു വന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇവൻ പറ്റുന്നു. ഇപ്പോൾ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലും വിലാസിനി സിനിമാസിൻ്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിൻ്റെ ശരിക്കും വർക്കൗട്ടായില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആണെന്നൊക്കെ പ്രതീക്ഷിച്ച അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ള ധാരണയിൽ ഒരേയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ എയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുധീരേട്ടനായിക്കോട്ടെ, സുധീരേട്ടൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്
സുധീരായിട്ട് ചുമ്മാ തമാശ പറഞ്ഞാട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയത്തില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവവും കൂടെ വേണം, എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജും തന്നെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്നൂടെ കൂട്ടി. ശമ്പളം മാത്രം വരാം, പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയൊക്കെ വന്നു, മുഴുവൻ തരാതിരിക്കാൻ പറ്റിയിട്ടാന്ന് തോന്നുന്നു. എനിക്ക് വളരെയധികം സന്തോഷം, ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ ഓവർ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ലിസ്ണിംഗ് അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ഒന്ന് താമെന്നുള്ളത്. കാരണം ആയിഷ അങ്ങോട്ട് വർക്കായില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മൂപ്പരായതുകൊണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുള്ളത് കൊണ്ടും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ റിലീസിൻ്റെ സമയത്ത് കുറച്ചുകൂടിയൊക്കെ പ്രൊമോഷൻ ആവായിരുന്നു. കുറച്ചൊക്കെ ഓടിയേനെ എന്ന് പറയുമ്പോൾ ഞാൻ ഹാരിസ്കിയുടെ പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അതിന് സ്വാഭാവികമായിട്ട് ആദ്യ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ എന്താ പറയുക ടെൻഷൻ പുറത്തൊക്കെയാണ്. നന്നായിട്ട് അന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏതായാലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രൊമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ പേര് അതുകൂടി പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. പേര് രണ്ടേ ഒന്ന്. എനിക്ക് ഈ ന്യൂമറിക്കൽ പരിപാടിനെ കുറിച്ച് സത്യത്തിൽ അമീർ എന്ന് വിളിക്കായിട്ട് മടുത്തിട്ടാണ്. എന്നാ പിന്നെ ആ വായിച്ചിട്ടെങ്കിലും ആമിർ എന്ന് വിളിക്കുക. നിങ്ങൾ പിന്നെയും അമീർ എന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ആമിർ എന്നുള്ള 2A ആക്കി. ഇനിയിപ്പോൾ എങ്ങാനും ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ സത്യത്തിൽ ഞാൻ ആദ്യം ഈ കഥ പറയുന്നത്, എൻ്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമ ചെയ്തു, ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാവുമ്പോൾ ആദ്യം ഷെയർ ചെയ്യാം ഹാരിസ്കയുടെ അടുത്താണ്. അപ്പോൾ ഹാരിസ്കയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഹാരിസ്ക അങ്ങനെ ഉണ്ടല്ലേ, ഓക്കെ എന്താണ്, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഓക്കെ. അപ്പോൾ ഹാരിസ്കിൻ്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് എടുക്കൂല, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചുറ്റിപ്പറ്റി കുറേ തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, സുരാജേട്ടന് വെച്ചിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ സന്തോഷം ഒന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷേട്ടനെ വിളിച്ചു. പക്ഷെ ഒരു പരിപാടിയുണ്ട്, നമ്മുടെ ആയിഷ ചെയ്ത ഡയറക്ടറാണ്, ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവത്തിലുള്ള നല്ല രസമുള്ളൊരു പരിപാടിയാണ്, സുരാജേട്ടൻ വെച്ച് നമുക്ക് പിടിച്ചു. പിന്നെ നമുക്ക് പിടിക്കാം ഉറപ്പായിട്ടും, എവിടെയുള്ള ഹാരിസ്ക എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഹാരിസ്ക മറ്റ് പ്രൊഡക്ഷൻ പരിപാടികളിലേക്ക് പോവുകയും സന്തോഷേട്ടൻ അത് ലിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും സുരാജേട്ടൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം എന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരിക്കലും എൻ്റെയോ അല്ലെങ്കിൽ ആരുടെയോ അല്ല, അങ്കിതിൻ്റെയാണ്. ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 3 മാസം 100-ലധികം ദിവസം മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ എഫേർട്ടും അങ്കിത് ടീം എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അങ്കിത് മേനോൻ മ്യൂസിക്കിൽ എനിക്ക് തോന്നുന്നു അങ്കിതിൻ്റെ എല്ലാ ജയ ആണെങ്കിലും ഗുരുവായൂരമ്പലയുടെ ആണെങ്കിലും വാഴയാണെങ്കിലും അങ്ങനെ അങ്കിത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റിൽ ഒരുപാട് ട്രാക്ക് ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ്. സുരാജേട്ടന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സുരാജേട്ടൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സുരാജേട്ടനും ഞാനും തമ്മിൽ പലപ്പോഴും ഷൂട്ടിനിടയിൽ തന്നെ ജഗട പരിപാടികളിലൂടെയൊക്കെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ. സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകൾക്കും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ കഥ ആഷിഫ് കക്കോടി ഈ പറഞ്ഞ പോലെ ആയിഷ എന്ന സിനിമയുടെ റൈറ്ററാണ് ആഷിഫ് ക. അപ്പോൾ ആഷിഫ് കയാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും എനിക്കങ്ങനെ മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ല ഞാൻ, മറിച്ച് ഇങ്ങനെ ഒരു കഥ ഈ സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സുരാജേട്ടൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ഞാൻ അന്ന് ഡ്രോപ്പ് ചെയ്ത് പോയതിനെ. സുരാജേട്ടൻ ഓക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ 1-2 ആൾക്കാരൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. എന്നോട് സന്തോഷമായിട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മൈക്ക് കിട്ടിയാൽ അവരെ കുറച്ച് സംസാരിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള അവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് വിനീത് സാർ, അതുപോലെ സിബി സാർ, അതുപോലെ ടോയ് ചേട്ടൻ, ബി ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് വന്നതിന് ആദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്ന ലിസ്റ്റിൻ സാറിന്, അതുപോലെ തന്നെ സുരാജേട്ടൻ, മറ്റ് ഗ്രേസ് ഉൾപ്പെടെയുള്ള സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാ അഭിനേതാക്കൾക്കും എല്ലാവർക്കും ദയവായി പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്കിത്
യുവർ ഡേ. താങ്ക് യു. അവർക്ക് താങ്ക്സ് എ ലോട്ട്. ജസ്റ്റ് ഒരു കാര്യം കൂടി, ഈ ഒരു സിനിമ ഇപ്പൊ പറഞ്ഞു ഒരു സൈക്കോ സ്വഭാവമുള്ള ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ ക്യാരക്ടറിലേക്ക് സുരാജ് ചേട്ടനെ തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? സുരാജേട്ടൻ ബേസിക്കലി ഒരു സൈക്കോ ആണ്. അപ്പം പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അങ്ങനെയല്ല, സുരാജേട്ടൻ എന്നുള്ള ആക്ടർ നമുക്കറിയാം, ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി ഫണ്ട് ചെയ്യുകയും ഫണ്ട് ചെയ്തിട്ട് നമ്മളെ മുഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. വിളിച്ചേട്ടനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ ശ്രേണിയിലേക്ക് നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയതെന്ന് പറയുന്നില്ല, കഴിഞ്ഞൊരു 10-24 വർഷത്തോളമായി സുരാജേട്ടൻ വന്നിട്ട്. പക്ഷെ അതിന് ഒരു വലിയ മഹാഭൂരിപക്ഷം സിനിമകളിൽ സുരാജേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് കോമഡി റോളുകൾ തന്നെയാണ്. ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ വന്നിട്ട് ചെറിയ ഒരു പരിപാടിയിൽ സുരാജേട്ടൻ നമ്മളെ ഞെട്ടിച്ചു. ആ ഞെട്ടിക്കലാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ അങ്ങനെ വെർസറ്റൈൽ ആയിട്ട് ക്യാരക്ടേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് സുരാജേട്ടനെ പോലത്തെ ഒരാൾ വരികയാണെങ്കിലാണ് അത് ഏറ്റവും ആപ്റ്റ് ആവുക. അപ്പൊ അതാണ് സുരാജേട്ടനിലേക്ക് എത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് ചെയ്തതൊക്കെ അതിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് സുരാജേട്ടൻ നമ്മളിലേക്ക് എത്തുകയാണ്. എനിവേ താങ്ക്സ് എ ലോട്ട്. ആൻഡ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് December 20 വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കാര്യം കൂടി തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ? കാരണം ചില്ലറ ടീമല്ല, വലിയ വലിയ ടീംസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു നല്ല കൈഡി കൊടുത്ത് ചില്ലറ ടീംസ് ഇല്ലാത്ത എല്ലാ ടീംസും കൂടി. Anyway, thanks a lot. I'm waiting for December 20th. അതിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. സോ ഓവർ ടു യു, ഇഡിയെ കുറിച്ച്. നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ക്രിസ്മസിന് ഒരുപാട് വലിയ പടങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയും വരുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം പകർന്നത്. ഒന്ന്, സുരാജേട്ടൻ്റെ ബാനറും പിന്നീട് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ബ്രാൻഡ് നെയിമായ മാജിക് ഫ്രെയിംസ് ലിസ്റ്റ് ചിഫൻ, അവരുടെ കൂടെ ചെയ്തൊരു പടം എന്നർത്ഥത്തിലാണ് ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘട്ടത്തെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും തിയേറ്ററിൽ ആളെത്തൂല എന്നുള്ളതും, എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് തിയേറ്ററുകൾ എത്തുമെന്നുള്ള പ്രേക്ഷകരെ ഞങ്ങൾ വല്ലാതെ മാനിക്കുന്നുണ്ട്. അവരെ നിരാശപ്പെടുത്താത്ത, ഉറപ്പായും ഈ സിനിമ സ്വയം സംസാരിക്കുമെന്നുള്ള വിശ്വാസത്തിലുമാണ് ഞങ്ങൾ ഇതിൻ്റെ ഇതുവരെയുള്ള മുന്നോട്ട് പോക്കുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും December 20 സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗ്രേസ് ഇപ്പോൾ വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. എക്സ്ട്രാ ഡീസന്റിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ December 20 ഒരു മൂവി തിയേറ്ററിലേക്ക് എത്താനായിട്ട് കാത്തിരിക്കും. ഫ്രെഡി ഷോർ കുറെ പേര് ഗ്രേസിന്റെ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. സോ എക്സ്ട്രാ ഡീസന്റിന്റെ വിശേഷങ്ങളെ കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് അങ്കിത്തിന്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമീർക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമീർക്ക എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്ത സമയത്ത് പരിചയമുണ്ട്. ആസിഫ് ഖാനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട്, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. സുരാജേട്ടൻ അഴിഞ്ഞാടിയേക്കുന്ന ഒരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പൊ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. അതെ അതെ, മാക്സിമം അവിടെ തീർത്തു. സമ്മതിക്കുന്നില്ല സുരാജേട്ടൻ. കംപ്ലൈന്റ് അല്ല, അതെന്താ അറിയാം, അതിന് തൊട്ട് മുന്നേ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതില് ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോൾ സുരാജേട്ടൻ ചെറിയൊരു അസൂയ കിട്ടിയിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ പകരം വീട്ടി. പകരം വീട്ടിയതാണ്. ഓക്കെ, ചെയ്യാണ്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് എല്ലാവരും പറഞ്ഞ ജിയോടെ അങ്ങനെ പറയാതിരിക്കാനാണ് നല്ലത്. ഞാൻ കുറച്ച് കോൺഷ്യസ് ആവാറുണ്ട്. എൻ്റെ ഡേ അല്ല, ഐ തിങ്ക് ഇറ്റ്സ് എവറിബഡീസ് ഡേ. ഇത്ര സമയമായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് ഫൈനലി ദ പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓൺ 20th. ആൻഡ് ഐ ഫീൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ. മ്യൂസിക്കിൻ്റെ കാര്യത്തിലും പറഞ്ഞാലും ഈ സൈഡ് വി ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 months. 3 മാസം
ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് ഫസ്റ്റ് ടൈം നരേഷൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറിയുടെ. സോ വി തോട്ട് കി ഓക്കെ ലെറ്റ്സ് ഡു സംതിങ് ന്യൂ. എന്തെങ്കിലും വാട്ട് ന്യൂ ക്യാൻ വി ഫിഗർ ഔട്ട് വൈ ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫിലിം, ഹൗ ക്യാൻ വി എൻഹാൻസ് ദ ഹോൾ നറേറ്റീവ് ഓഫ് ദ ഫിലിം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വി തോട്ട് ഓഫ് പുട്ടിങ് മോർ ടൈം ടു ഇറ്റ്. അറിഞ്ഞില്ല 3 മാസമായിരുന്നു. ബട്ട് ദെൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റിൻ ചേട്ടൻ, സന്തോഷ് ഭായ്, മാജിക് ഫിലിംസിൻ്റെ ഫസ്റ്റ് ടൈം കൊളാബറേഷൻ ആണ് എൻ്റെ. ആൻഡ് ദെൻ ബീങ് എ പാർട്ട് ഓഫ് വിലാസിനി സിനിമാസ്, എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് പാട്ടാവുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ജസ്റ്റ് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. തീരാൻ പോവാണെന്ന് അറിയാം, അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. ബട്ട് ഗുഡ് റൺ. ആൻഡ് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു സേ താങ്ക്സ് ടു മൈ മ്യൂസിക് ടീം. ബിക്കോസ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ഓക്കെ 3 മാസം വർക്ക് ചെയ്യാം. ബട്ട് ദീസ് ഗൈസ് ഹാവ് സ്റ്റേഡ് വിത്ത് മീ ത്രൂ ഔട്ട്. ആൻഡ് ഓരോന്നായിട്ട് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാവരും പിന്നീട്. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഇൻ ദിസ് film. And yes, I hope everybody who watches it on 20th likes it. Thank you. അങ്കിത്, എല്ലാ മൂവിയിലും നോക്കിക്കഴിഞ്ഞാൽ there is one thing that is very special. Like എല്ലാ മൂവിയിലും ഓരോ ഹുക്ക് ഉണ്ടായിരുന്നു. ആ മൂവി റിലീസ് ആയതിനു ശേഷം എല്ലാവരും അത് പാടിക്കൊണ്ടാണ് നടന്നത്. ഇപ്പൊ ഈവൻ ലാസ്റ്റ് നമ്മള് വാഴ പറയുകയാണെങ്കിൽ പോലും we had that hook. എല്ലാവരും പാടിക്കൊണ്ട് നടന്നൊരു പാട്ട്. Are we looking for something like that? We hope so. We have worked hard on it. But I don't know, film should work. Music is just a part of it, chota sa. And then, so I really hope the film works. We also hope the same. And thanks a lot. ഒരു നല്ല കൈയടി കൊടുക്കാം. We're all set to celebrate his magic today. And our magic നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ it's all about the audio launch ceremony. And അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരെ ആദ്യം വിളിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. But then ഒരാളിവിടെ ഓഡിയോ ലോഞ്ചിൽ നിന്ന് ഓഡിയോ ലോഞ്ചിലേക്ക് ഓടി നടക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടൊവിനോ തോമസ്. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് ടൊവിനോയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബിജുചേട്ടൻ നമ്മളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് വിളിക്കുന്നതായിരിക്കും അതിന്റെ ശരി. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ബിജുമേനോൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And Toby, thanks a lot for joining me, Jana. Thank you for coming. It means a lot. And നമുക്കറിയാം കുറേ അസോസിയേഷൻസും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ആ മാജിക് ഫ്രെയിംസിന്റെ ആ ഒരു ജേർണി കണ്ടപ്പോൾ തന്നെ ദ ഫസ്റ്റ് 100 crore ഫിലിം, അങ്ങനെ ഒരു ടച്ച് ഉണ്ട് നമുക്ക് മാജിക് ഫ്രെയിംസ് ആയിട്ട് ആൻഡ് സുരാജനായിട്ടുള്ള ആ ഒരു കോംബോ. സോ ഹൗ are you gonna like explain about this, your presence here this day? എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതുകൊണ്ട് ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജേട്ടനും ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെനിഞ്ഞാന്നാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജേട്ടൻ പറഞ്ഞിട്ട് അറിയാം സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് കിട്ടുന്ന വലിയ വിജയം എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ലോഞ്ച് ഫംഗ്ഷന് ആക്കിയതിലും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകരും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല ഫാഷനാണ് ടോവിനോൻ അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? ഇപ്പൊ അങ്ങനെയല്ല, ഇന്നിപ്പോ ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഓടി വരുവാണ്. അത്രേ ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാണം മറയ്ക്കാൻ തുണി കൊടുക്കുന്നു എന്നുള്ള. എല്ലാവർക്കും നമസ്കാരം. ഈടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ടീമെടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 ഇറങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ വിജയുടെ ഇറ്റ് മീൻസ് എ ലോട്ട്. വിജയുടെ ആ ഒരു പ്രസൻസ്. വേറെന്ത് പറയാനുണ്ടെന്ന് തോന്നുന്നു? ഇല്ല? ഓക്കെ. സോ എനിവേ നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മൂവിയുടെ കോർ ക്രൂവിനെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റിൻ ചേട്ടാ, സുരാജ് ചേട്ടാ, നിങ്ങൾ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അവർക്ക് നമ്മുടെ ഡയറക്ടർ Ashif, writer, also inviting നമ്മുടെ DOP Sharon Srinivas.
I think I'll also invite Shilu Abraham to please do come and join us. Please do come and join with us. And എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ അങ്കിത്, don't you think we should get your team to come and join us, the boys, the singers, the boys, the music team, നമ്മുടെ മ്യൂസിക് ടീം എല്ലാവരെയും ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. എൻറ്റയർ മ്യൂസിക് ടീം, അങ്കിത്തിന്റെ ടീമിനെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Whoever worked with him, with the crew, എല്ലാവരും ഒരുമിച്ച് വേണം അത് നമ്മുടെ ഗസ്റ്റിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. And they'll be revealing it, and that's how we're going to celebrate it. Listen, ഒന്ന് join you to hand it over. And can we have a big round of applause, everybody? ഒരു നല്ല കൈയടി കൊടുക്കാം for this moment. We are launching the music, the audio launch of Extra Decent. December 20 തിയേറ്ററിൽ എത്തുന്ന Magic from the banner of Magic Frames and Vilasani Cinemas. Here we have the list, the audio depiction of Extra Decent. ഒരു നല്ല കൈയടി, a strong കൈയടി please. Yes, and thanks a lot everybody. നമുക്കറിയാം ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണി കഴിഞ്ഞു കഴിഞ്ഞാൽ we have to play the music, play the audio, the first one. അപ്പം എല്ലാവരും you can be back to your seats. എന്നാലേ നമുക്ക് ആ ഒരു ഓഡിയോ കാണാൻ, because we have a video along with that. So requesting everybody to be seated. എനിക്കും തോന്നി, ഞാൻ സാധാരണ പോലീസെല്ലാം കൊണ്ടാ, വേറെ പരിപാടികളൊന്നും വരാറില്ല. അപ്പൊ ഞാനിപ്പോ അടുത്ത് ഡബ് ചെയ്യുമ്പോ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചു, ഏതാ പടത്തിന്റെ പേര് പറഞ്ഞു, പോലീസാ അല്ല ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ലടാ പടത്തില്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി. ഈ സിനിമയില് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഡേറ്റിന്റെ ചെറിയ ക്ലേഷ് ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്നു വിചാരിച്ച് ഞാൻ ഭാഗ്യത്തിൽ തിരിച്ചു വന്നു. ഇതെങ്ങനെ പോയെങ്ങനെ പാടി കഴിഞ്ഞാണ് നമ്മുടെ. അപ്പൊ താങ്ക് യു എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഒരു പ്രത്യേക സംസാര ശൈലിയിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. വലിയൊരു നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക്സ്. ഈ സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിൽന രാമകൃഷ്ണൻ. എൻ്റെ സ്ഥലം മാഹിയാണ്. ഇപ്പം കുറേ ആയിട്ട് എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. ഞാൻ സിനിമ ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനെനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാർ ആമിർ സാറിനോടാണ്. സോ ആമിർ സാറാണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജേട്ടൻ ആൻഡ് ലിസ്റ്റിൻ സാർ, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് എന്ന് പറയാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സാണ്. എന്നാൽ അവരെ കൂടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. എല്ലാവരും ഈ മൂവി കാണുക. ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവില്ല. ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് മൂവി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രസൻ്റാണിത്. എല്ലാവരും സ്വീകരിക്കുക. താങ്ക് യു. ഓർക്കാപ്പുറത്താണ് എനിക്ക് വിളി വന്നത് ഇതിലേക്ക്. ഞാൻ സന്തോഷത്തോടെ ചെന്നു. ആമരനോട് കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സുരാജ് സാർ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏഡ് ചെയ്യേണ്ട ഡയലോഗ് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇത്രയും നമ്മൾ ഇത് പറയല്ലേ, ഇത്രയും നമ്മളിങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് അഭിനയിക്കാൻ. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു ആക്ടിങ്ങിൽ. അത് എൻ്റെ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊരു വലിയ അനുഭവം. നന്ദി സാർ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് ഇവിടെ ഇപ്പോഴാണ് മനസ്സിലായത്.
അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവം. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഡബിങ്ങിന് ഇപ്പോൾ കണ്ടു, മാത്രമല്ല ഈ കഥയൊക്കെ പറഞ്ഞപ്പോഴും ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ്. അന്ന് ആ കഥയിൽ നല്ല യുക്തിയുണ്ട്. സാറിൻ്റെ ഒക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് തന്നെ നാടകത്തിലാണെന്ന പരിചയത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഗംഭീര പെർഫോമൻസാണ് സുരേഷാണ്. എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ നിർബന്ധമായി സ്വീകരിക്കേണ്ട സിനിമയാണ്, അല്ലാതെ തള്ളിക്കളയേണ്ട സിനിമയല്ല. എന്തായാലും നല്ല അനുഭവം തന്ന അമർ സാറിന്, ഇതിൻ്റെ എല്ലാവർക്കും ഇദ്ദേഹം കരവന സുധീർ കരവൻ സാർ അവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തു. എന്തായാലും എല്ലാവരോടും നന്ദി. പിന്നെ ഗ്രേസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്, ഞങ്ങൾ കൊച്ചിക്കാരിയാണ്, അമ്മ വഴി കൊച്ചിയിൽ. അപ്പോൾ അതും അവരൊക്കെ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നു. ഈ സിനിമ നന്നാവണം. അടിപൊളി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്നു പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നില്ല, അറിവുള്ളത് കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പേരാണ് ED, എക്സ്ട്രാ ഡീസന്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്, മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടു അങ്കിത്, അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ അമർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ, ഞങ്ങൾക്ക് ആശംസ മാത്രം പോരാ, ഞങ്ങൾക്ക് ഓഡിയോ ലോഞ്ച് ആണ്. ഒരു രണ്ടുപേര് പാട്ട് പാടി തരില്ല. രണ്ടുപേര് അത് എന്നാലും അടിപൊളി പാട്ട്. പിഷാരടി അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് അവൻ സൈഡ് എന്നുള്ളവൻ്റെ സ്ഥിരം പരിപാടിയാണത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എൻ്റെ പാട്ട് ഞാനിന്ന് വേണ്ടെന്ന് വെക്കുന്നു. അടുത്ത വേദിയിലേക്ക് ഇതിന്റെ 100ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100ാം ദിവസം എൻ്റെ വക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യേണ്ട. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കാര്യം കൊടുക്കാൻ ഷാൻചോട്ടാ. താങ്ക്സ് ലോട്ട്. ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരാളാണ്. ഇന്നത്തെ ഒരു ദിവസം എക്സ്ട്രാ ഡീസന്റിന്റെ ഓഡിയോ ലോഞ്ച് സെലിബ്രേഷൻ നമ്മളിവിടെ നടത്തുമ്പോൾ സാറിവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാർ ഓ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലുള്ള ഒരു ചടങ്ങിൽ എത്തിയതിന്. ലിസ്റ്റിന് എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നി ക്രിസ്തുമസിന് തന്നെ ഇത് വലിയ സിനിമകളുടെ കൂട്ടത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് തോന്നി സുരാജിനും ലിസ്റ്റിനും എന്തോ കൊളുത്തിയിട്ടുണ്ട്, ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം കൊണ്ടൊന്ന് വലിയ പടങ്ങളുടെ നേരെ ഇറക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും. ഇതൊരു 100 ദിവസം 75 ദിവസമെങ്കിലും ഓടുമെന്ന് ഞാൻ സുരാജിനും ലിസ്റ്റിനും വാക്ക് ചെയ്യാണ്. കാരണം അതിൻ്റെ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യുക. സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഒരു 25 വർഷം മുമ്പ് എന്നെ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാഞ്ഞതൊരു മഹാപാപവും ഒരു ദുഃഖവുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. കാരണം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു. എനിക്ക് അന്ന് സാധിച്ചില്ല.
സുരാജ് ഒരു എന്താ പറയുക, ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത്. ഒരു വലിയ നടൻ, ഇനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഒരു സക്സസ് ഡേക്ക് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഇല്ല, സത്യത്തില് രണ്ടുപേരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്, വേറെ ആരുമില്ല. ഒന്ന് ഞങ്ങളുടെ ലിസൺ സാറ്, ഏകദേശം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ മാജിക് ഫ്രെയിംസിൽ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെട്ടപ്പോൾ സാറ് ചോദിച്ചു, സന്തോഷേ നിന്റെ എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന് വരെ നിനക്കോട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ആ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് കാലക്രമേണ സാറ് തെളിയിച്ചു കൊടുക്കുക. നമ്മളെ പിടിച്ചൊരു എന്താ പറയുക, ഒരു വലിയ കുളമാണെങ്കിൽ കുളത്തിലോട്ട് തള്ളിയിടും, പിന്നെ നമ്മൾ നീന്തി കയറും. അങ്ങനെ ഞങ്ങളെ കുറേ പേരെ സാറിങ്ങനെ തള്ളിയിട്ടിട്ടുണ്ട് ഞങ്ങളുടെ മാജിക് ഫ്രെയിംസിലെ സ്റ്റാഫിൽ. അതുകൂടാതെ എനിക്ക് അടുത്തായിട്ട് നന്ദി പറയാനുള്ളത് സുരാജേട്ടനാണ്. സുരാജേട്ടനെ ആസ് എ ബ്രദർ എന്ന പോലെ പലപ്പോഴും വഴക്ക് പറയും, സന്തോഷമാണ് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ ലിസൺ സാറിൻ്റെയും സുരാജേട്ടൻ്റെയും 2 എസിലൂടെയാണ് ഈ സിനിമ നടന്നത്. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. Thanks a lot, Santosh. We are waiting to hear your words. എല്ലാവർക്കും നമസ്കാരം. ED എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ നടീനടന്മാർക്കും എല്ലാവിധ ഭാവുകങ്ങളും. സിനിമ ഒരു വൻ വിജയമാവട്ടെ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറോട് ഞാനായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി. സുരാജ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എക്സ്ട്രാ ഡീസൻ്റായി തോന്നി. അപ്പം ചോദിച്ചു, അതെന്താ ഇത്ര നാൾ നിങ്ങൾ ഡീസൻ്റ്? അല്ലല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് എന്നൊരു പടം ചെയ്യാൻ പോവാണ്, അവിടത്തെ റേറ്റ് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സുരാജുമായിട്ട് മായാവി തൊട്ട് ഏതാണ്ട് 2 കൺട്രീസ് വരെ 10-12 സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സുരാജ് പിന്നീട് നമ്മളിലേക്ക് മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക, വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് നാഷണൽ അവാർഡ് വരെത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ സുരാജിൻ്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും ആ വ്യത്യസ്തത ഉണ്ടാവട്ടെ. നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thanks a lot, Shavika. It means a lot. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ 2 പ്രൊഡ്യൂസർമാരും എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. സുരാജിനെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. അതിൽ 2 സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമയിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു. അണ്ണൻ തമ്പി, ചട്ടമ്പി നാട്, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുമായിരുന്നു, അണ്ണാ ഞാനില്ലേ എന്ന് ഇരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമൂലം ദാമു. അപ്പൊ അങ്ങനെ അഭിനയത്തിന്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് സുരാജ് ഇപ്പോൾ നിർമ്മാതാവിന്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ലെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ്. അന്ന് ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നതെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ച ഒരാളാണ് ജസ്റ്റ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് അബദ്ധമായി പോയി. കാരണം ഇത്ര വലിയൊരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തിയെന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതായാലും ലെസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടിയിട്ട് ഈ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയ്ക്കും സിനിമയുടെ
അണിയറ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സുരാജിൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരാജ് ഒരുപാട് തമാശ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ സുരാജിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഭയങ്കരമായി ടൈമിംഗ് ഉള്ള, എല്ലാ രീതിയിൽ തമാശ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് തമാശ ചെയ്യാൻ. അപ്പോൾ തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ ആക്ഷൻ ഹീറോ അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് കണ്ടു. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും സുരാജിനോട് പറയാറുണ്ട്, നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇളകി ആടാൻ അറിയാവുന്ന ഒരാൾ തമാശ നന്നായി ചെയ്യുന്ന സിനിമകൾ കൂടി ചെയ്യണം. അപ്പോൾ സുരാജ് പറയുന്നത് നമുക്കൊന്നും ചെയ്യാം എന്ന് പറയും. ഈ സിനിമയുടെ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടപ്പോൾ സുരാജ് അങ്ങ് ഇളകി ആടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമായിട്ടുണ്ട് എൻ്റെ വിഷ്വൽസ് എല്ലാം. അങ്ങനെ കാലിബറുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ അവൻ്റെ സിനിമ ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. സുരാജും ഞാനും കുറച്ചു മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ കാരണം സുരാജിനറിയാം. ഞങ്ങളൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുരാജ് പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവാകില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിൻ്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വൺ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം അമീർ പള്ളിക്കൽ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നാദർഷിക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നില്ല, എത്തിയിരുന്നു. അതെ, അപ്പം പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലം തൊട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളുമെല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അരങ്ങിലും അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നമ്മൾ ആക്ച്വലി ട്വിന്നിങ് ആണ്. കളർ ഡിഫറൻസ് ഞാൻ ഇന്ന് ജുബൈറ്റിലെ ഈ കേസിൽ നീ ഒറ്റപ്പെട്ടു പോയല്ലേ. താങ്ക് യു. ഈ ഒരു സപ്പോർട്ടാണ്. ഒരു നല്ല കൈഴി കൊടുക്കാം രമേശ് ചേട്ടാ. ഒന്നുമില്ല, ഒരു ഓൺലൈൻ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാജിക് ഫ്രെയിംസ് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. കാര്യം പ്രൊമോഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ന്യൂസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എനിക്കിതിൻ്റെ അകത്ത് ഒരു വലിയ വിഷനുണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഉള്ളൊരു ചെറിയ പടിയാണ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അപ്പം ലിസ്റ്റിൻ സ്റ്റീഫനെ അല്ലെങ്കിൽ ഉൾപ്പെടെ പല വീട്ടിലും ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു എന്നൊക്കെ പല വാർത്തകളിൽ കൂടിയാണ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഒക്കെ അറിയാനായിട്ട് പറ്റിയത്. അപ്പം ഇനി മുതൽ ഞാൻ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ അതിനൊക്കെ കുറച്ച് എളുപ്പമുണ്ടാവും. കാരണം അപ്പോൾ അതിനൊക്കെ ഒരു തുടക്കമായിക്കോട്ടെ എന്ന് ഓർത്തതാണ് നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ. സോ അതാണ് സംഭവം. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ പറയും. എനിക്ക് തോന്നുന്നു ഇത് നമുക്കതിന്റെ ആ ഒരു ലോഗോ ലോഞ്ചിലേക്ക് കിടക്കാം. സുരാജ് ചേട്ടാ ഒന്ന് ജോയിൻ ചെയ്യോ ഞങ്ങളോടൊപ്പം ആ ഒരു ലോഗോ ലോഞ്ചിന്റെ ഭാഗമാകാനായിട്ട്? ഒരു നല്ല
അതോടൊപ്പം തന്നെ ഈ ഒരു ലോഗോ ലോഞ്ചിന്റെ ഭാഗമാകാനായിട്ട് ഷിലു എബ്രാഹിമിനെ സ്വാഗതം ചെയ്യാനും പ്ലീസ് ഡു കം ആൻഡ് ജോയിൻ us. ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഷിലു എബ്രാഹിമിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഓൺ ബിഹാഫ് ഓഫ് മാജിക് ഫ്രെയിംസ്, ഒരു ഡിജിറ്റൽ ഓൺലൈൻ മീഡിയ ചാനൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ോടൊപ്പം സുരാജ് ഞാനോടും ഷിലു എബ്രാഹിം ഒരുമിച്ച് ലെറ്റ്സ് ഡു ദ ലോഗോ ലോഞ്ച് സെറമണി. And here we go, the click is done. Eyes onto the screen, everybody. Here we have the logo being launched on the digital media channel. താല്പര്യമില്ലാന്ന് തോന്നുന്നു ലിസൺ ചേർന്ന്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ലിസൺ ജീവന് എൻ്റെ എല്ലാവിധ ആശംസകളും. എനിക്ക് തോന്നുന്നു ഒരു ട്രാഫിക് കോളനിയിട്ട് പരിചയമാണ്. അന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കിടന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി കഴിവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വരെ എത്തിയത്. വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. വെരി സ്വീറ്റ്. ഒരു നല്ല കൈയടി കൊടുക്കാം. താങ്ക് യു ഓവർ ടു യു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ലിസൺ ജീവന് എൻ്റെ എല്ലാവിധ ആശംസകളും. എനിക്ക് തോന്നുന്നു ഒരു ട്രാഫിക് കോളനിയിട്ട് പരിചയമാണ്. അന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കിടന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി കഴിവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വരെ എത്തിയത്. വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഇൻട്രോവേർട്ടാണ്. അപ്പൊ ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ബിഗ് താങ്ക്സ്. കാര്യം ആമിറാണ് എന്നെ ഫസ്റ്റ് വിളിച്ചത് പടത്തിലേക്ക്. പിന്നെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇതിൽ ലാസ്റ്റ് ടെക്നീഷ്യന്മാരിൽ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പിന്നെ നമ്മുടെ മാജിക് ഫ്രെയിംസ് ലിസൺ ചേട്ടൻ എന്താ പറയുക, ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കാര്യം ഇതെൻ്റെ ഒരു തേർഡ് ഫിലിമാണ്. തേർഡ് ഫിലിമിൽ തന്നെ ഇത്ര നല്ലൊരു പ്രൊഡക്ഷൻ്റെ ഭാഗം. പിന്നെ സുരാജ് ചേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. സുരാജ് ചേട്ടനും എന്താ പറയുക, ഞാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക കൂളായിട്ടാണ് ഡീൽ ചെയ്തത്. പിന്നെ ഈ പടത്തിൻ്റെ എന്താ പറയുക ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി. ഞാൻ വിചാരിച്ചത് DA ഒക്കെ ആകുമ്പോൾ വരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഫുൾ ടൈം ആമിറിൻ്റെ ഒപ്പമാണ്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ത്രൂ ഔട്ട് ഞാനുണ്ടായിരുന്നു. മ്യൂസിക് നടക്കുമ്പോഴാണെങ്കിലും ഞാനും വെറുതെ അങ്കിത്തിൻ്റെ വീട്ടിൽ പോയി ഞാനും ഓരോ സജഷൻസ് ഒക്കെ പറയും. അതൊക്കെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ലെജൻസായ എല്ലാവരുടെയും മുമ്പിൽ എന്താ പറയുക നമ്മൾ എൻ്റെ വിഷ്വൽ കാണാൻ പറ്റിയതിൽ താങ്ക് യു. അപ്പോൾ 20-ാം തീയതി എല്ലാവരും പോയി പടം കാണണം. പിന്നെ ഗ്രേസ് ദിൽന പിന്നെ ചേട്ടൻ സൂര്യേട്ടൻ അപ്പോൾ എല്ലാവരോടും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ്. മാജിക് ഫ്രെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം അരങ്ങേറിയ സംവിധായകനാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഗസ്റ്റായിട്ട് ഞാനല്ല വന്നത്. ഇതിൻ്റെ വലിയ പ്രൊഡക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ EDയുടെ ഒരു ടീം മെമ്പർ കൂടിയായിട്ടാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറയേണ്ടത് അമീറിൻ്റെ വർക്കാണ്. അമീർ ആയിഷ കണ്ടപ്പോൾ തൊട്ട് വെരി ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക്. ബിക്കോസ് മേക്കിംഗ് ആയാലും ടേക്കിംഗ് ആയാലും വളരെ ഡെപ്തോടെ എടുക്കുന്ന ഒരു ഫിലിം മേക്കറാണ് അമീർ. ഈസ് ഗോയിങ് ടു ഗോ ടു എ ലോട്ട് ഓഫ് ബിഗ് പ്ലേസസ് എന്നുള്ളത് നമുക്കറിയാം. ഈ സിനിമയുടെ ചെറിയ ഗ്ലിംസസ് എനിക്ക് കാണാൻ പറ്റി. ഇപ്പം അതിൽ തന്നെ
അമീറിന്റെ വർക്കും സുരാജേട്ടൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ സട്ടിലായിട്ടും ഇതുവരെ കാണാത്ത ഒരു സുരാജേട്ടൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. സുരാജേട്ടൻ മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ കാണുന്ന എല്ലാവരും ഓരോരുത്തർക്കും അവരവരുടേതായ ചെറിയ ചെറിയ മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. അത് ഐ തിങ്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ദേ ഹവ് ഡൺ എ ഫാബുലസ് ജോബ്. അതിന് ഓൾ ഹാറ്റ്സ് ഓഫ് ടു വാട്ട് യു ഹവ് ഡൺ. അങ്കിത് മേനോൻ ഒരു ഡിഫറെന്റ് സൗണ്ട്സ്കേപ്പിന്റെ ആളാണ്. അതിപ്പോൾ ഇവിടുത്തെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഐ തിങ്ക് യു ആർ ഗോയിങ് ടു റോക്ക് ഫ്രം ദിസ് ഫിലിം. സോ ബെസ്റ്റ് വിഷസ് ടു ദി എൻറ്റയർ ടീം. ഇതൊരു ഷോർട്ട് സക്സസ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ്റെ പരിപാടികൾക്കൊക്കെ ഞാനിവിടെ ഉണ്ടാവുന്നത്, ഞാൻ ഗസ്റ്റായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ED എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. എസ്പെഷ്യലി ആമീർ പള്ളിക്കലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ സുരാജേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി സുരാജേട്ടൻ്റെ സിനിമകൾ കോമഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ആരാധനയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെന്നെ ഞെട്ടിച്ചത് എബിൻ ഷൈലിനെ ആക്ഷൻ ഹീറോപ്പിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ എടുത്ത് കാണാറുണ്ട്. ആ ഒരു പോർഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഗ്രേസ് ഫാനാണ് ഞാൻ, ജിസിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന പേര് പോലെ തന്നെ ഡീസൻ്റായിട്ട് കാശ് വരട്ടെ. ഒപ്പം ലിസ്റ്റിൽ തിയേറ്റേഴ്സ് വാരിക്കൂട്ടട്ടെ. താങ്ക് യു. ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലിസ്റ്റിൻ്റെ എന്താടാ സജി എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടറാണ്. EDയുടെ വിവരങ്ങൾ എല്ലാ ദിവസവും മജി ഫ്രെയിംസിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അമീർ അവിടെയുണ്ട്. അപ്പം ഓരോ ദിവസം എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ പ്രിവ്യൂ ഉണ്ട്. എൻ്റെ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു. ഭയങ്കര രസമായിട്ടാണ് സന്തോഷേട്ടനും എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രെയിലർ കണ്ടപ്പം അത് നല്ല മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ വിജയാശംസകളും നേർന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ആശംസകളായെന്ന് എനിക്ക് തോന്നുന്നത്. സമയം കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിൻ ട്രാഫിക്കിൻ്റെ ആ ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന സമയമായുള്ള അടുപ്പമാണ്. ലിസ്റ്റിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ലിസ്റ്റിൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ സിനിമ ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എണ്ണത്തിൽ ഇവിടെ സുരാജങ്ങനെ കൂടുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹപ്രവർത്തകർക്കും, ടെക്നീഷ്യന്മാർക്കും, പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും, ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പറഞ്ഞ പോലെ 20-ാം തീയതി സിനിമ റിലീസാണ്. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. എല്ലാവരും ഇങ്ങോട്ട് കുറേ ലേറ്റായി, തുടങ്ങാനായിട്ടും കുറച്ച് താമസിച്ചു. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് യാത്രയ്ക്ക് കുറേ സമയമെടുത്തു. അതും നിങ്ങൾ EDക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ കുറേ നേരം ഇരുന്നു, ഇത്രയും നേരം ഇരുന്നു, അതും EDക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു എടുക്കുന്ന സമയം എല്ലാം EDക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അപ്പം ED ക്രൂവിൻ്റെ പേരിൽ, വിലാസിനി സിനിമാസിൻ്റെ പേരിൽ, മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി, സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എനിവേ എല്ലാവരും ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ ഫുഡെല്ലാം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോകണം. സാധാരണ പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ പലരും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ടിട്ട് കഴിച്ചിട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഫുഡും കഴിക്കണമെന്ന്. താങ്ക് യു. എടുത്തു പറയേണ്ടത് എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.